അസാധാരണ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹമാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് ഫേസ്ബുക്ക് കമ്പനിയായ മെറ്റയ്ക്ക് കത്ത് നൽകി. കോടതിയുടെ നിർദ്ദേശം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഗാനം നീക്കം ചെയ്യുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് കത്ത് നൽകുന്നത് അസാധാരണമാണ്. പാട്ടിന് അനുകൂലമായി ഉയരുന്ന വികാരം കണക്കിലെടുത്താണ് നടപടി. ഇതോടെ പോലീസ് കത്ത് നൽകിയാലും പാട്ട് മെറ്റ പിൻവലിക്കുമോ എന്നത് നിർണായകമാകും. ഗാനം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസ് മെറ്റ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഈ ഗാനം നിർമ്മിച്ചതിനും പ്രചരിപ്പിച്ചതിനും എതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തതായി മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഈ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നുവരെ ഒരു കോടതി വിധിയോ നിയമപരമായ ഉത്തരവോ നിലവിലില്ല എന്നത് ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ വ്യക്തമായ ലംഘനം തെളിയിക്കപ്പെടാത്ത പക്ഷം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തടയാനാവില്ലെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ പാരഡി അല്ലെങ്കിൽ പരിഹാസം പോലുള്ള കലാപരമായ ആവിഷ്കാരങ്ങൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൃത്യമായ നിയമ നടപടികളിലൂടെ മാത്രമായിരിക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന്റെ പരിധിയിൽ വരുന്നവയാണ് പാരഡിയും പരിഹാസ രൂപേണയുള്ള കലാസൃഷ്ടികളും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. കോടതി ഉത്തരവില്ലാത്ത പക്ഷം ഭരണപരമായോ പോലീസ് നൽകുന്നതോ ആയ അപേക്ഷകൾ മാത്രം അടിസ്ഥാനമാക്കി ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് സെൻസർഷിപ്പിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ തടയുന്നതിനും കാരണമാകും. ഇത്തരം നടപടികൾ ആ ഉള്ളടക്കം നിർമ്മിച്ചവർക്ക് നികത്താനാവാത്ത ദോഷം വരുത്തിവെക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ ഒരു കോടതിയുടെ വ്യക്തമായ നിർദ്ദേശം ഉണ്ടാകാത്ത പക്ഷം, അല്ലെങ്കിൽ ഈ ഉള്ളടക്കം മെറ്റയുടെ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സ്വതന്ത്രമായ പരിശോധനയിലൂടെ ബോധ്യപ്പെടുത്താത്ത പക്ഷം പ്രസ്തുത ഗാനത്തിന്റെ ലിങ്കുകൾ നീക്കം ചെയ്യുന്നതിൽ നിന്നും മെറ്റ വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് സതീശൻ പറയുന്നു. എന്തായാലും ഈ ഗാനം വളരെയധികം ചർച്ചയായി മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ CPM എന്ന പാർട്ടിക്ക് തന്നെ ഈ ഒരു പാട്ട് തലവേദനയായിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗാനം സൃഷ്ടിച്ച 5 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം സൈബർ പോലീസ് കേസെടുത്തതും. അതേസമയം ഈ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്നലെ നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഈ ഗാനത്തിന്റെ ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന പോലീസ് നിർദ്ദേശത്തിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്.